വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞ സവാളയാണ്. ഈ സവാള നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്യുന്ന ആ ഒരു പാകത്തിനാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ വലുതായിട്ട് മുറിക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള പീസസ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ അളവൊന്ന് കുറയ്ക്കുക. ഇനി അതിലേക്ക് 2.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് സ്പൈസിനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊന്ന് കുറയ്ക്കാം. പക്ഷെ ഇത് അല്പം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലല്ല, വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാളയുടെ ഫ്ലേവർ കൂടി ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന വിധത്തിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് പിടിക്കില്ല. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താണ്. എന്നാലും അടിയിൽ പിടിക്കേണ്ട എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, അതും വളരെ കുറച്ച് മതി, ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ചുക്കയുടെ റെസിപ്പി എനിക്ക് കിട്ടിയത് റഹീസ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ആ റെസിപ്പി കണ്ട അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കണം എന്ന്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാ വെള്ളത്തിൻ്റെയോ വേറെ മസാല സോസ് അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മസാലയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് ആകുന്ന പോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വീണ്ടും നമുക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയി എന്നർത്ഥം. ചിക്കൻ വെന്തോന്ന് നോക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് മുളകൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യരുത്. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചുക്ക അവിടെ റെഡിയാവും. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ചോറ്, ചപ്പാത്തി, നാൻ, റൊട്ടി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.